നമസ്കാരം. പ്രധാന വാർത്തകൾ. ചവിട്ടി പുറത്താക്കിയാലും കോൺഗ്രസ് വിടില്ലെന്ന് കെ മുരളീധരൻ. ചവിട്ടി പുറത്താക്കിയാലും താനിനി കോൺഗ്രസ് വിടില്ലെന്ന് കെ മുരളീധരൻ. കെ കരുണാകരന് ഇനിയൊരു ചീത്തപ്പേരുണ്ടാക്കില്ല. തൃശൂർ തോൽവി ചർച്ച ചെയ്യേണ്ട എന്ന് കരുതിയാണ് വയനാട് ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നത്. ടി.എൻ. പ്രതാപനും ഷാനിമോൾ ഉസ്മാനും വയനാട് ക്യാമ്പിൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ലെന്ന് അവർ തന്നെ രാവിലെ ഫോണിൽ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പ്രചാരണത്തിൽ സജീവമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തോട്ടപ്പള്ളിയിൽ സ്വകാര്യ സംരംഭകർ മണൽ കടത്തുന്നു. കെ.സി. വേണുഗോപാൽ. തോട്ടപ്പള്ളിയിൽ നിന്ന് സ്വകാര്യ സംരംഭകർ മണൽ കടത്തുന്നുവെന്ന് ആലപ്പുഴ എംപിയും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയുമായ കെ.സി. വേണുഗോപാൽ. KMML വർഷം തോറും ഖനനം നടത്താൻ നൽകിയ അനുമതിയുടെ മറവിലാണ് മണൽ കടത്ത്. എത്ര മണൽ ആര് കൊണ്ടുപോകുന്നുവെന്ന് ആർക്കും അറിയില്ല. 2019 വെള്ളപ്പൊക്കം പരിഗണിച്ച് കരിമണൽ ഖനനത്തിന് പ്രത്യേക ഉത്തരവിലൂടെയാണ് KMML, IREL എന്നിവർക്ക് അനുമതി നൽകിയത്. പഠനം നടത്താതെയാണ് ഈ നീക്കമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മറ്റുള്ളവരുടെ ആക്ഷനുകൾ കാണുന്ന മേയർ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ല. വി. മുരളീധരൻ. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വി. മുരളീധരൻ. മേയർക്ക് കമ്പം കാർ ഓട്ടത്തിലാണ്. KSRTC ബസ്സിനെ ഓടിച്ചു പിടിക്കുന്നതാണ് മേയറുടെ ഹോബി. കാറിന്റെ പിൻസീറ്റിലിരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കണ്ടു. പക്ഷേ കൺമുന്നിലുള്ള മാലിന്യം കാണുന്നില്ലെന്നും വി. മുരളീധരൻ പരിഹസിച്ചു. ആമേഴിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ തൊഴിലാളി മരിച്ച സംഭവത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നം വീണ്ടും ചർച്ചയാവുകയാണ്. ജോയിയുടെ മരണത്തിന് കാരണക്കാർ നഗരസഭയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. മാലിന്യം കൃത്യമായ രീതിയിൽ സംസ്കരിച്ചിരുന്നുവെങ്കിൽ ജോയിയുടെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നഗരസഭയിലേക്ക് വിഷയം ചൂണ്ടിക്കാട്ടി BJPയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് നടത്തി. റെയിൽവേക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPM. റെയിൽവേക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന് CPM. ഏത് ദന്തഗോപുരത്തിലാണെങ്കിലും പോലീസ് നടപടി തുടങ്ങിയാൽ റെയിൽവേ ഉദ്യോഗസ്ഥർ താഴെ ഇറങ്ങുമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി. ജോയ് പറഞ്ഞു. ആമേഴിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോയി. തൈക്കാടുള്ള ഡിവിഷണൽ മാനേജറുടെ ഓഫീസിലേക്കാണ് CPM മാർച്ച് നടത്തിയത്. കാശ്മീരിൽ വീണ്ടും ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ചു. കാശ്മീരിലെ കുപ്വാരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ സൈനികർ 2 ഭീകരരെ വധിച്ചു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുണ്ടായ ഏറ്റുമുട്ടലിലാണ് 2 ഭീകരർ കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചെ കാശ്മീരിലെ ദോഡ ജില്ലയിലും ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. തിരച്ചിൽ ഓപ്പറേഷനു വേണ്ടി പ്രദേശത്തെ സർക്കാർ സ്കൂളിൽ സൈനികർ സ്ഥാപിച്ച താൽക്കാലിക ക്യാമ്പിന് നേരെ ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു. തുടർന്ന് സൈനികർ തിരിച്ചടിച്ചതോടെ ഏറ്റുമുട്ടൽ 1 മണിക്കൂറോളം നീണ്ടു. പ്രദേശത്ത് ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് അപകടം. 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക്. പാലക്കാട് ആലത്തൂർ കാട്ടുശ്ശേരിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞു. സ്കൂളിൽ നിന്ന് കുട്ടികളെ തിരികെ വീട്ടിലെത്തിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ASSM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചേരാമംഗലം മലമ്പുഴ കനാലിലേക്കാണ് ബസ് മറിഞ്ഞത്. 20 കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്. കുട്ടികൾക്ക് നിസ്സാര പരിക്കുകളേറ്റു. കുട്ടികളെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്ന ഉടൻ അഗ്നിശമന സേന അംഗങ്ങൾ ഉൾപ്പെടെ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. റോഡിലെ വെള്ളക്കെട്ടിൽ വിദ്യാർത്ഥികളെ ഇറക്കിവിട്ടു. സ്കൂൾ ബസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. വെള്ളക്കെട്ടുള്ള റോഡിൽ വിദ്യാർത്ഥികളെ ഇറക്കിവിട്ട് സ്കൂൾ ബസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. കണ്ണൂർ ചമ്പാട് ചോദാവൂർ സ്കൂളിലെ 20ഓളം കുട്ടികളെയാണ് സ്കൂൾ ബസ് ഡ്രൈവർ പാതി വഴിയിൽ ഇറക്കിവിട്ടത്. റോഡിൽ വെള്ളം കയറിയതിനാൽ വീട്ടിലെത്താനാകാതെ കുട്ടികൾ വഴിയിൽ കുടുങ്ങിയതോടെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. ഒരാൾ പൊക്കം വെള്ളമുള്ളിടത്താണ് ബസ് ഡ്രൈവർ കുട്ടികളെ ഇറക്കിവിട്ടത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തത്. അതിനിടെ കോഴിക്കോട് സ്കൂൾ ബസ് റോഡിലെ വെള്ളക്കെട്ടിൽ കുടുങ്ങി. ചെക്യാട് പഞ്ചായത്തിലെ പുഴക്കലക്കണ്ടിയിലാണ് സംഭവം. പാറക്കടവ് ദാറുൽ ഹുദ സ്കൂളിലെ ബസ്സാണ് വെള്ളക്കെട്ടിൽ കുടുങ്ങിയത്. പാലം മറികടക്കാൻ ശ്രമിക്കവെയാണ് ബസ് വെള്ളക്കെട്ടിൽ നിന്നുപോയത്.
ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അപ്രതീക്ഷിത ഡ്രൈവ് പൂട്ടുവീണത് 107 സ്ഥാപനങ്ങൾക്ക്. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് 2 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധനകൾ നടത്തിയത്. ഈ ഡ്രൈവ് രഹസ്യമാക്കി വെച്ച് മുന്നറിയിപ്പില്ലാതെയാണ് പരിശോധനകൾ നടത്തിയത്. കാലവർഷവുമായി ബന്ധപ്പെട്ട് ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ തുടങ്ങിയ ഭക്ഷ്യസ്ഥാപനങ്ങളുടെയും ജീവനക്കാരുടെയും ശുചിത്വം ഉറപ്പുവരുത്തുകയായിരുന്നു ലക്ഷ്യം. ജീവനക്കാരുടെ ഹെൽത്ത് കാർഡ്, വ്യക്തി ശുചിത്വം, പാചകത്തിന് ഉപയോഗിക്കുന്ന വെള്ളം തുടങ്ങിയവ പരിശോധിച്ചു. അവധിക്ക് ഇനി കളക്ടറുടെ ഉത്തരവ് നോക്കിയിരിക്കേണ്ട, പ്രധാന അധ്യാപകർക്ക് തീരുമാനിക്കാം. കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനു പിന്നാലെ സുപ്രധാന തീരുമാനവുമായി ജില്ലാ കളക്ടർ. അതാത് പ്രദേശങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സ്കൂളുകൾക്ക് അവധി നൽകുന്ന കാര്യത്തിൽ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പൽമാർക്കും ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ഇക്കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനം കൈക്കൊള്ളാമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ആവശ്യമായ ഘട്ടങ്ങളിൽ ജില്ലാതലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുമെന്നും കോഴിക്കോട് ജില്ലാ കളക്ടർ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. രാമായണം വായിക്കുന്നവരെ BJP ആയി ചിത്രീകരിക്കുന്നു ജി സുധാകരൻ. ബൈബിൾ വായിക്കുന്നവരെ ക്രിസ്ത്യാനിയായും ഖുറാൻ വായിക്കുന്നവരെ മുസ്ലിമും രാമായണം വായിക്കുന്നവർ BJPയുമാണെന്ന തെറ്റായ ധാരണ പരത്തുന്നതായി മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. പുറക്കാട് SNSM ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക രക്ഷകർത്തൃ സമിതി അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാമായണവും BJPയുമായി എന്ത് ബന്ധമാണുള്ളതെന്നും രാമായണം ഒരു സാഹിത്യ ഗ്രന്ഥമാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു.